കാസർഗോഡ്, വയനാട്, മലപ്പുറം, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. കോർപ്പറേഷനുകളുടെ കാര്യത്തിൽ കുറെ കൂടെ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുള്ളത് ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ ഞങ്ങൾ നിലനിർത്തും, നോ ഡൗട്ട്. കാലിക്കറ്റ് കോർപ്പറേഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം തന്നെ PT കുഞ്ഞുമുഹമ്മദിൻ്റെ പേരിൽ 12-ാം തീയതി വന്ന കേസല്ലേ, അതെടുത്തു വെച്ചില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം അതൊരു ഡിഫൻസാക്കി UDF എടുത്തില്ല. നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. പതിവിൽ നിന്ന് വിപരീതമായി പ്രാദേശിക വിഷയങ്ങളെക്കാൾ മറ്റു പല വിഷയങ്ങളും ചർച്ചയായ പ്രചരണകാലമാണ് നമ്മൾ കണ്ടത്. അതൊക്കെ തെരഞ്ഞെടുപ്പ് ഫലത്തെയും ആശ്രയിക്കുമെന്ന് വേണം കരുതാൻ. എനിക്കൊപ്പം ഈ സമയം CMP ജനറൽ സെക്രട്ടറി ശ്രീ CP ജോൺ ചേരുകയാണ്. നമസ്കാരം സാർ. നമസ്കാരം. ഈ പ്രചരണ രീതിയിൽ വലിയ മാറ്റം വന്നതുപോലെ തോന്നി ഇത്തവണ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തൊക്കെ. പ്രചാരണകാലത്ത് സാധാരണ രാഷ്ട്രീയ പോരാട്ടങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് കോർപ്പറേഷനുകളിലാണല്ലോ. ത്രിതല പഞ്ചായത്തുകളിൽ, പ്രത്യേകിച്ച് ബ്ലോക്ക് പഞ്ചായത്തുകളിലൊക്കെ പ്രാദേശിക വിഷയങ്ങളൊക്കെയാണ് ചർച്ചയാവാറുള്ളത്. പക്ഷേ ഇത്തവണ അതിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായതായി തോന്നി. അത് തെരഞ്ഞെടുപ്പിനെയും ബാധിക്കില്ലേ? തെരഞ്ഞെടുപ്പ് ഫലത്തെയും ബാധിക്കില്ലേ കാര്യമായി? പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക പ്രശ്നങ്ങൾ മാത്രം ആണ് ചർച്ച ചെയ്തിരുന്നത് എന്നത് ശരിയല്ല. നിരവധി കാലമായിട്ട് ഈ രംഗത്ത് നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ അതാത് കാലത്തെ രാഷ്ട്രീയ വിഷയങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ 79 നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിലാണ് ഈ കേരളത്തിലെ രാഷ്ട്രീയ മുന്നണി മാറ്റം തന്നെ ഉണ്ടായത്. അന്ന് ആൻ്റണി കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം വരികയും CPIയെ മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിക്കുക എന്ന രാഷ്ട്രീയ പ്രക്രിയ തന്നെ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ്റെ പ്രൊഡക്റ്റായിരുന്നു. അതുകൊണ്ട് അതൊരു പുതുമയൊന്നുമല്ല. പക്ഷേ ഇത്തവണ തീർച്ചയായിട്ടും 2-3 വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ശബരിമല ഇത്തവണ ടോപ്പ് ടു ബോട്ടം ചർച്ച ചെയ്യപ്പെടുകയും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തൊരു വിഷയമായതുകൊണ്ട് എല്ലാ മണ്ഡലത്തിലും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രതിഫലനം ഉണ്ടാകാനുള്ള നല്ല സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പല സ്കാൻഡലുകളും സ്കാംസും ഒക്കെ വന്നപ്പോൾ അതും ചർച്ച ആയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ദൗർഭാഗ്യകരമായ കാര്യം പഞ്ചായത്ത് രാജ് എന്ന വിഷയം, പഞ്ചായത്ത് രാജിൻ്റെ നടത്തിപ്പ്, പഞ്ചായത്തുകളുടെ പണം കിട്ടാതിരിക്കൽ, അതിൻ്റെ പ്രോജക്റ്റുകളുടെ രീതികൾ, ഇത് അർഹിക്കുന്ന തരത്തിൽ ചർച്ചയായില്ല. എങ്കിലും ഐക്യജനാധിപത്യ മുന്നണി അതിലേക്കാണ് ചർച്ച കൊണ്ടുപോയതും ഒരു മാനിഫെസ്റ്റോയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ പോഡ്കാസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ അതിൽ പങ്കെടുത്തിരുന്നു പ്രതിപക്ഷ നേതാവിനോടൊപ്പം. നിരവധി നവമാധ്യമ രൂപങ്ങളിലൂടെ ഞങ്ങൾ പരമാവധി അതിന് ശ്രമിച്ചെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്ത്രപരമായിട്ട് അതിൽ നിന്നും മാറി നടക്കുകയാണ് ചെയ്തത്. പണ്ട് അവരാണ് വലിയ ഒച്ചയിൽ ഞങ്ങളാണ് ജനകീയ ആസൂത്രണം, ഞങ്ങളാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ മാലാഖമാർ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അവരിന്നത് ക്ലെയിം ചെയ്തേയില്ല. കാരണം അങ്ങനെയല്ല, വളരെ അബദ്ധമായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലമായി നടന്നത് എന്നുള്ള തിരിച്ചു മറുപടി പേടിച്ചുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്. BJP ആകട്ടെ അത്തരത്തിലുള്ള ഒരു ചർച്ച പോലും കൊണ്ടുവന്നില്ല. കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം അവരുടെ കയ്യിലാണെങ്കിലും അവരുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലൊക്കെ കണ്ടത് ഒളിമ്പിക്സ് കൊണ്ടുവരും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് മിസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ തരത്തിൽ അത് എനിക്കൊരു ഖേദകരമാണ്. കുറച്ചും കൂടെ അത് വേണമായിരുന്നു എന്നൊരു തോന്നലുണ്ട്. പിന്നെ വരുന്നത് ഒരു പ്രധാന ഫാക്ടർ, ഇപ്പോൾ 11-ാം വാർഡിലെ മത്സരമല്ല 12-ാം വാർഡിൽ ഒരേ മുന്നണി സ്ഥാനാർത്ഥികളാണ് 6 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതെങ്കിൽ ഒരു സെറ്റ് ആളുകളുടെ മത്സരമല്ല അടുത്ത സെറ്റ് ആളുകളുടെ മത്സരം. ഇത് വളരെ ഒരേ സമയം ഒരു പാൻ കേരള പൊളിറ്റിക്സ് ചർച്ച ചെയ്യുന്നതും അതേസമയം ഏറ്റവും മൈക്രോ പൊളിറ്റിക്കൽ ഡൈനമിക്സ് 1000-1500 ആളുകളുടെ ഇടയിലുള്ള പൊളിറ്റിക്സും അവരുടെ കമ്മ്യൂണിറ്റി, ഞാനിപ്പോൾ അതിനെ കാസ്റ്റ് എന്ന് വിളിക്കുന്നില്ല, കമ്മ്യൂണിറ്റികൾ, റിലിജന്, അതേപോലെ തന്നെ സ്ത്രീ പുരുഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക. അത് രസകരമായിട്ടുള്ള ഒരു ദ്വന്ദ്വമാണ്. ഒന്ന് താഴെത്തട്ടിലുള്ള ഡൈനാമിക്സും സോഷ്യൽ ഡൈനാമിക്സും പൊളിറ്റിക്കൽ ഡൈനാമിക്സും, എന്നാൽ പാൻ കേരളയായിട്ടുള്ള മുഴുവൻ പരന്നു കിടക്കുന്ന പൊളിറ്റിക്സും, ഓൾ ഇന്ത്യ പൊളിറ്റിക്സ് പോലും ഈ കാര്യത്തിൽ പലപ്പോഴും പ്രസംഗങ്ങളിലൊക്കെ വരാറുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ ഇത്തവണ മാറ്റം വന്നത്
ഈ കോവിഡിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കാം. ഇപ്പോൾ ഞാൻ തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് തന്നെ പറയാം വീടുകളിൽ ഡോർ നോക്ക് ചെയ്യാൻ പോയൊരു ആളാണ്. ഞാൻ മാത്രമല്ല, ഇപ്പോൾ ഇവിടെ KPC പ്രസിഡൻ്റായിരുന്ന മുരളീധരനാണ് ഏറ്റവും കൂടുതൽ ഡോർ നോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ ഒരു രാഷ്ട്രീയ നേതാവ്. അതുപോലെ മറ്റ് മുന്നണികളിലും ഉണ്ടാകും. അതേപോലെ അപ്പോൾ അതുകൊണ്ട് ലെഗ് വർക്ക് നടന്നു പോയി പണിയെടുക്കുക എന്നുള്ളത് വളരെയധികം കൂടി, അല്ലെങ്കിൽ നേതാക്കന്മാർ. മറുഭാഗത്ത് ഇപ്പോൾ എനിക്ക് മണ്ണാർക്കാട് മത്സരിക്കുന്ന ഗോപാലകൃഷ്ണൻ, ഒരു ചെറിയ പഞ്ചായത്ത് വാർഡിൽ മത്സരിക്കുന്ന ഒരാൾ, AI വീഡിയോസാണ് അദ്ദേഹത്തിൻ്റെ പ്രചാരണമായിട്ട് എനിക്ക് ഇട്ടുകൊണ്ടിരുന്നത്. അടയ്ക്കാപ്പുത്തൂർ എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമത്തിൽ. അപ്പോൾ ചെറിയ ഗ്രാമങ്ങളിൽ പോയി AIയുടെ ഒരു സാന്നിധ്യം ഇത്തവണ ഉണ്ടായി. അപ്പോൾ പോസ്റ്റർ, നോട്ടീസ്, ഫ്ലക്സ്, ഇതൊക്കെ അനൗൺസ്മെൻറ്റ്, ഇതൊക്കെ പുറമെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തെരഞ്ഞെടുപ്പിനെ ആദ്യമായിട്ട് നല്ലപോലെ സ്വാധീനിച്ചൊരു ഇലക്ഷനാണിത്. ശരി, മുന്നണികളെല്ലാം വലിയ പ്രതീക്ഷയിലാണ്, എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തെയും പോലെ തന്നെ. LDF വിചാരിക്കും സമഗ്ര ആധിപത്യം തുടരാമെന്ന വലിയൊരു പ്രതീക്ഷയിലൂടെയാണ് LDF പോകുന്നത്. തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷയിൽ UDF ഉണ്ട്. NDA ആവട്ടെ കരുത്ത് കാണിക്കാനാവും എന്നൊക്കെയാണ് BJPയുടെ ഒരു കണക്കുകൂട്ടൽ. താങ്കളുടെ ഒരു വീക്ഷണം എങ്ങനെയാണ് ഇക്കാര്യത്തിൽ? പ്രത്യേകിച്ചും സർക്കാർ വിരുദ്ധത കളം പിടിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഈ ആധിപത്യം തുടരാമെന്ന LDFൻ്റെ പ്രതീക്ഷ അത് അത്ര എളുപ്പമാവാൻ സാധ്യതയുണ്ടോ നാളത്തെ ഫലം വരുമ്പോൾ? ഒട്ടും എളുപ്പമാവാൻ വഴിയില്ല. കാരണം കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഈ കോവിഡിൻ്റെ പശ്ചാത്തലമായിരുന്നു. അതുകൊണ്ട് ആൻറ്റി ഇൻകംബൻസി അവിടെ റിഫ്ലക്റ്റ് ചെയ്തില്ല. ഒരു പ്രോ ഇൻകംബൻസിയാണ് റിഫ്ലക്റ്റ് ചെയ്തത്. കാരണം എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ ഗവൺമെൻറ് വേണം. അപ്പോൾ മൈനസ് ഗവൺമെൻറ് നമുക്ക് ശ്വാസം കഴിക്കാൻ പോലും പറ്റില്ല. ശ്വാസം കഴിക്കുക എന്നുള്ളതൊരു പൊതു രാഷ്ട്രീയ പ്രശ്നമായത് 2020 കാലഘട്ടത്തിലാണ്. കാരണം നിങ്ങൾക്കൊരു ഓക്സിജൻ സിലിണ്ടർ കിട്ടണമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മളെല്ലാം വീട്ടിൽ ഓക്സിജൻ സിലിണ്ടറും കൂടെ വാങ്ങിച്ചു വെച്ചിരുന്നു. അപ്പോൾ ഓക്സിജൻ പോലും ശ്വാസോച്ഛ്വാസം പോലും ഒരു പൊളിറ്റിക്കൽ ഇൻസ്ട്രുമെൻ്റായിട്ട് അല്ലെങ്കിൽ ഒരു പ്രോബ്ലമായിട്ട് മാറിയൊരു കാലത്ത് ഗവൺമെൻറ്റിൻ്റെ പ്രാധാന്യം വളരെ വലുതായിരുന്നു. അപ്പോൾ ഗവൺമെൻറ്റിനെ വെറുപ്പിക്കേണ്ട, ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ആളുകളെ എല്ലാം ഗുഡ് സ്പിരിറ്റ്സിൽ നിർത്തുക എന്നൊരു ഘടകം ഒന്ന്. 2, പിന്നെ പ്രതിപക്ഷത്തിനെ ഇറങ്ങി നടക്കാൻ പോലും സമ്മതിക്കില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തലയും ഞാനും ഷിബു ജോണും ഒക്കെ കൂടെ നടന്നതൊക്കെ കേസെടുക്കുകയാണ്. പ്രതിപക്ഷം എന്ത് ചെയ്താലും കേസെടുക്കും. ഭരണകക്ഷിക്കാണെങ്കിൽ അവരുടെ ഒഫീഷ്യൽ മാർഗത്തിൽ കൂടെ എല്ലായിടത്തേക്കും എത്താനും കഴിയും. അപ്പോൾ ആ ഒരു റിസൾട്ടൊന്നും ഇത്തവണ ഉണ്ടാവില്ല എന്നുള്ളത് അവർക്കും നന്നായിട്ട് അറിയാമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു നല്ല പെർഫോമൻസാണ് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ തിരുവനന്തപുരം പോലുള്ള കോർപ്പറേഷനിലൊക്കെ നടന്നത്. പക്ഷേ അത് അവരൊരു സ്റ്റാഗ്നേഷനെ നേരിടുകയാണ്. അവരുടെ സൊസൈറ്റിയിലേക്ക് തന്നെ, കമ്മ്യൂണിറ്റി അകത്ത് തന്നെ അവർ ഒരു തരം സമ്പൂരിതാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ റെപ്രസെൻ്റ് ചെയ്യുകയും റെപ്രസെൻ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിറ്റികളിലെ അവരുടെ സ്വാധീനം അവർക്ക് മാക്സിമം ആയതുകൊണ്ട് അവർക്കിനി അതിനപ്പുറത്തേക്ക് പോകാൻ സാധിക്കില്ല. പക്ഷേ അതൊരു വിന്നിങ് പെർസെൻറ്റേജ് ആയിട്ടുമില്ല. അപ്പം അതുകൊണ്ട് അവർക്ക് ആ ഒരു ജനറലായി കേരളത്തിൽ BJP സ്റ്റാഗ്നേറ്റ് ചെയ്യുന്നു എന്നൊരു ഫീലിംഗ് ഉണ്ട്. പിന്നെ BJPയുടെ പുതിയൊരു തരം നേതൃത്വമാണ് ഇപ്പോൾ വന്നിട്ടുള്ള റിട്ടയർഡ് DGPമാർ മത്സരിക്കുക. ഇതൊന്നും ആർക്കും ഒരു പഴയ കാര്യങ്ങളല്ല. അതുകൊണ്ട് പൊതുപ്രവർത്തകരെ അതനുസരിച്ച് തന്നെ പുറകോട്ടും പോയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ നോക്കുന്ന സമയത്ത് കാണാൻ കഴിയുന്നത്. പക്ഷേ പലയിടത്തും ത്രികോണ മത്സരം നടന്നിട്ടുണ്ട്. പതിവിൽ നിന്ന് വിപരീതമായി ഈ തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ പിടിച്ചെടുക്കാൻ കിണഞ്ഞ് ശ്രമിക്കുകയാണല്ലോ BJP. ആ ശ്രമം മുൻപും തുടങ്ങിയിട്ടുള്ളതാണ്. 2020 വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ അത് പാളിപ്പോയി, ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല. കൂടുതൽ വാർഡുകൾ അന്ന് പിടിക്കാനായി. ഇത്തവണ കോർപ്പറേഷൻ പിടിച്ചെടുത്തിരിക്കും എന്ന് തന്നെയാണ് BJPയുടെ ഒരു വാദം. അതിനൊരു സാധ്യത അത് കാണുന്നുണ്ടോ? അവർ വളരെയധികം പ്രിപ്പറേഷൻസ് നടത്തിയിരുന്നു BJP. മാത്രമല്ല അവരുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ അവർ നല്ല രീതിയിൽ കൊണ്ടുവന്നു. പാർലമെൻറ്റിൽ അവർ 16,000 വോട്ടിന് പരാജയപ്പെട്ടുവെങ്കിലും വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം പോലുള്ള നമ്മുടെ ഈ കോർപ്പറേഷനകത്തുള്ള അസംബ്ലി മണ്ഡലങ്ങളിൽ തന്നെ അവർ ലീഡ് ചെയ്യുകയും അവർക്ക് സാമാന്യമായിട്ടുള്ള ലീഡുകൾ നമ്മുടെ കോർപ്പറേഷൻ വാർഡുകളിലൊക്കെ കിട്ടുകയും ചെയ്തിട്ടുള്ളതൊരു റിയാലിറ്റിയാണ്. അതൊരു തർക്കിച്ച് ഉറപ്പിക്കേണ്ട ഒരു കാര്യമല്ല. എന്നാൽ അതിൻ്റെ സെക്കൻഡ് വന്നത് UDF ആണ്. 3ാം സ്ഥാനത്തേക്കാണ് LDF പോയത്. അങ്ങനെ തന്നെ ആയിരിക്കും ഇവിടെയോ എന്നുള്ളത് നമ്മൾ വിചാരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ LDF 3ാം സ്ഥാനത്താകുമെന്നുള്ളത് നമുക്കൊരു
അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റുമെന്നല്ലാതെ നമുക്ക് പെട്ടെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ ബി ജെ പിക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഇതിനിടയ്ക്ക് ഉണ്ടായി. ഒന്ന്, വലിയ നേതൃമാറ്റത്തിൻ്റെ പ്രശ്നങ്ങൾ വന്നു. അതേപോലെ തന്നെ ഈ അഭിനവ നേതാക്കന്മാർ, DGPമാർ, IPSകാർ, IASകാരൊക്കെ വരുന്നതിനോടൊന്നും ജനങ്ങൾ വളരെ വലിയൊരു താല്പര്യമൊന്നും കാണിച്ചില്ല. അവർക്ക് ഡോർ സ്റ്റെപ്പിൽ വരുന്ന ഒരാളെയാണ് വേണ്ടത്, അല്ലാതെ ഡൽഹിയിൽ പിടിയുള്ള ഒരാളെ ഒന്നും പിന്നെ പൂജപ്പുരയിലോ ശാസ്ത്രമംഗലത്തോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതിനല്ലല്ലോ ഈ തിരഞ്ഞെടുപ്പ്, ഇത് ലോക്കൽ ഗവൺമെൻറ് ഇലക്ഷനാണ്. രണ്ടാമത്തത് അവർക്കിടയിലുള്ള അവർക്ക് ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ അവർക്കുണ്ടായി. ഒന്ന്, അവരുടെ ഒരു കൗൺസിലർ പിന്നെ സൂയിസൈഡ് ചെയ്തു. വളരെ ദയനീയമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പേരൊന്നും പറയുന്നില്ല, എന്നൊക്കെ എല്ലാവരും ഏറ്റവും നല്ല, അതായത് ഇപ്പോൾ ഈ 100 കൗൺസിലർമാരിൽ BJPക്കാർക്കിടയിൽ മാത്രമല്ല, പൊതുവിൽ നല്ലൊരു കൗൺസിലറും വളരെ ആത്മാർത്ഥതയുള്ളൊരു പ്രവർത്തകൻ്റെ ആത്മഹത്യ അത് പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് പേഴ്സണലാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ മറ്റൊരാളും ആത്മഹത്യ ചെയ്തു. ആ 2 ആത്മഹത്യകളും അവർക്ക് ചെറുതല്ലാത്ത ഡിസ്റ്റർബൻസ് നിയമം മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പിന്നെ ഇവിടെ ഫോർട്ടിൽ ബാധിക്കുമെന്ന് ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷേ നേമത്ത് ആ നിയമം, അതായത് പൂജപ്പുരയ്ക്ക് ചുറ്റുമുള്ള ഒരു 5 കിലോമീറ്റർ അല്ലെങ്കിൽ 6-7 കിലോമീറ്റർ വരുന്ന ഏരിയയിൽ ഇതൊരു ചർച്ചയായിട്ടുണ്ട്. അത് അവരുടെ ഏറ്റവും ഷുവർ സീറ്റുകളായിരുന്നു താനും. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ. പിന്നെ മുഖ്യ പ്രതിപക്ഷമായിട്ട് കഴിഞ്ഞ 5 വർഷക്കാലം BJP നഗരസഭയിൽ പ്രവർത്തിച്ചതിൻ്റെ ഒരു വലിയ ക്രെഡിറ്റൊന്നും അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളിലോ അവരുടെ എന്താ പറയുക ലഘുലേഖകളിലോ ഞാൻ കണ്ടില്ല. ഞാനൊരു സ്വതന്ത്രമാണെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ സ്വതന്ത്രമൊന്നുമല്ല, എങ്കിലും അവരുടെ ഒരു ക്യാമ്പയിൻ പോയിൻ്റായിട്ട് ഞങ്ങൾ നഗരസഭയിലെ മുഖ്യ പ്രതിപക്ഷമായി പ്രവർത്തിച്ചതുകൊണ്ട് ജനങ്ങൾക്ക് ഇന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന ഒരു ക്ലെയിം പോലും BJPക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. UDFൻ്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? കോൺഗ്രസ് പതിവിലും നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് കണ്ടു പലയിടത്തും. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ എടുത്താൽ അങ്ങനെയാണ്, മറ്റ് പലയിടത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അത് ഗ്രാമപഞ്ചായത്താവട്ടെ, ബ്ലോക്ക് തലത്തിലാവട്ടെ, ജില്ലാതലത്തിലൊക്കെ പലയിടങ്ങളിലും ഇത്തവണ പതിവിൽ നിന്ന് വ്യത്യസ്തമായി നേരത്തെ കൂട്ടി കാര്യങ്ങൾ തുടങ്ങുന്നത് കണ്ടു. സ്ഥാനാർത്ഥികൾ ആരാണെന്ന് പറയുന്നു, പ്രചരണം ആരംഭിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഗുണം ചെയ്യുമോ UDFന്? തീർച്ചയായിട്ടും ഗുണം ചെയ്യും. അതിനൊരു സംഘടനാപരമായിട്ടുള്ള ലാളിത്യം ഉണ്ടായിരുന്നു. സാധാരണ ഇതൊരു എന്താ പറയുക, എങ്ങോട്ട് ഒരു കയോസ് എന്നാണ് പറയുക. സാധാരണ ഒരു ഭയങ്കര കയോട്ടിക്കാവും. DCC ഓഫീസുകളിലൊക്കെ ഭയങ്കര ഒരു കയോട്ടിക്കായിട്ട് ഓർഡർ ഔട്ട് ഓഫ് കയോസ് എന്ന് പറഞ്ഞ പോലെ എന്തോ എങ്ങനെയൊക്കെയോ കുറേ സ്ഥാനാർത്ഥികൾ അങ്ങോട്ട് ഉണ്ടായി വരികയാണ് ചെയ്യുക. ഇത്തവണ അതല്ല. ഇത്തവണ കോർ കമ്മിറ്റി എന്നൊരു സിസ്റ്റം നേതൃകക്ഷിയായിട്ടുള്ള കോൺഗ്രസ് എടുക്കുകയും അവരാദ്യം തന്നെ ചെറുകക്ഷികളായിട്ടുള്ള ചർച്ച പൂർത്തിയാക്കി. ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് CMP ചെറിയ കക്ഷിയാണ്, 3 സീറ്റ് അവർക്ക് കൊടുത്ത് അവരുമായിട്ടുള്ള ചർച്ച അവസാനിച്ചു. RSP ആയിട്ടുള്ള ചർച്ച അവസാനിച്ചു. ചില ചർച്ചകൾ ബാക്കി നിന്നും ഇല്ല എന്നല്ല, മുസ്ലിം ലീഗായിട്ട് കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്തു. എങ്കിലും മുസ്ലിം ലീഗിന് ആദ്യത്തെ 5 സീറ്റ് ക്ലിയർ ചെയ്തു, ലൈക്ക് ദാറ്റ്. അപ്പോൾ ആ കക്ഷികളുടെ അവർക്ക് അവരുടെ പ്രവർത്തനമായിട്ട് പോവാം. പിന്നെ കോർ കമ്മിറ്റി എന്ന് പറയുന്നത് വ്യക്തികളാണെങ്കിലും അത് ചില പോസ്റ്റുകളാണ്. മണ്ഡലം പ്രസിഡന്റ്, മുൻ മണ്ഡലം പ്രസിഡന്റ്, ആ മണ്ഡലം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ലെവലാണ്. ഇവിടെ വരുമ്പോൾ 3-4 വാർഡാണ്. അപ്പോൾ ആ കോർ കമ്മിറ്റിയിൽ ഉള്ള ആരാവണമെന്ന കാര്യത്തിന് പോലും തർക്കമില്ല. അതിനൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന ആളുകൾ കോർ കമ്മിറ്റി മെമ്പറായിരിക്കും. ആ കോർ കമ്മിറ്റി ഒരു പേര് അംഗീകരിച്ചാൽ ആ പേരിൻ്റെ മുകളിൽ പിന്നെ ചർച്ചയില്ല. അങ്ങനെ വന്നപ്പോൾ 49 പേരുകൾക്ക് ചർച്ചയില്ലാതെ വന്നു. അപ്പോൾ 49 ആളുടെ ലിസ്റ്റ് ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങി. ഞങ്ങളുടെ കക്ഷികളുടെ ലിസ്റ്റ് ഒരുമിച്ച് ഇറങ്ങിയപ്പോൾ ഒരു 65-70 പേരുടെ ലിസ്റ്റ് പുറത്തു വന്ന് അവർ 1.5 മാസമായിട്ട് പ്രവർത്തിക്കുകയാണ്. അവരുടെ നീണ്ട പ്രവർത്തനത്തിന് ഇടയിലാണ് അവർ നോമിനേഷൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നോമിനേഷൻ കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് തന്നെ 1-2 റൗണ്ട്, ഇപ്പോൾ ശബരിയൊക്കെ 1-2 റൗണ്ട്. ഞാൻ ശബരിയുടെ കൂടെ നടക്കുന്നത് 16-ാം തീയതിയാണ്, നവംബർ 16-ാം തീയതിയാണ് ഞാൻ ശബരിയോടൊപ്പം കുറേ വീടുകളിൽ ഈ ഡോർ നോക്കിംഗ് എന്ന് പോകുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് വളരെയധികം ഗുണം. അതിവിടെ മാത്രമല്ല, കേരളത്തിലുടനീളം ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. എങ്കിലും ചില സ്ഥലത്തൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അത് താരതമ്യേന കുറവായിരുന്നു. അതൊക്കെ മുന്നണികൾക്കിടയിൽ പതിവാണ്, പ്രത്യേകിച്ചും UDFിനകത്ത് വളരെ കൂടുതലായിരുന്നു. പണ്ടുള്ളത് 100 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 20 പോലും ഇല്ല. ശരി. പക്ഷേ
അതിനേക്കാളൊക്കെ മറ്റു വലിയൊരു വിഷയം വന്ന് ചാടിയില്ലേ അപ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ബലാത്സംഗ കേസ്, ലൈംഗിക അധിക്ഷേപം. അത് ഒരു കേസല്ല, അത് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി വരികയാണ്. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് ശേഷമാണ് ഇതൊക്കെ കൂടുതൽ ശക്തി പ്രാപിക്കുന്നത്. മുൻപുണ്ടായിരുന്നു, കോൺഗ്രസ് വേണ്ട നടപടികളിലേക്കൊക്കെ കടന്നു എന്ന് പറയുന്നു, മാറ്റി നിർത്തി, സസ്പെൻഷൻ കൊടുത്തു, ഒക്കെ ചെയ്തു. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ കേസുകളിലേക്കൊക്കെ കടന്നത് ഈ പ്രചരണ കാലത്താണ്. അത് വലിയ തോതിൽ ബാധിക്കില്ലേ? അത് ബാധിക്കുമെന്ന് ആർഗ്യൂ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷേ നേരത്തെ തന്നെ സസ്പെൻഡ് ചെയ്യാതിരിക്കുകയും അതല്ലെങ്കിൽ സിനാരിയോ 2 ഇപ്പോൾ ഈ പ്രശ്നം ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരികയും ചെയ്തിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയൊരു ഇഷ്യൂ ആകുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ പാർട്ടിക്കകത്തുള്ള അല്ലെങ്കിൽ മുന്നണിയെ പിന്താങ്ങുന്ന ജനങ്ങൾക്കിടയിലുള്ള അവരുടെ പൊസിഷൻ വളരെ ക്ലിയറാണ്. കാരണം കോൺഗ്രസ് അത് എൻ്റർടൈൻ ചെയ്യുന്നില്ല. പിന്നെ ഏതെങ്കിലും ഒരു നേതാവ് മാറ്റി പറഞ്ഞോ, കുറച്ച് തിരിച്ച് പറഞ്ഞോ, അതൊക്കെ വേറെ വിഷയമാണ്. ആസ് എ പാർട്ടി, ആസ് എ ഫ്രണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ എൻ്റർടൈൻ ചെയ്യുന്നില്ല. അസംബ്ലിയിൽ പോലും ഏതെങ്കിലും ഒരു നേതാവല്ല മാറ്റിപ്പറയാൻ അല്ലെങ്കിൽ രാഹുലിനെ അനുകൂലിച്ച് പറയുന്നത്. KPCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് വരെ കേൾക്കുകയാണ്, UDF കൺവീനറുടെ ഭാഗത്തു നിന്ന് ഞങ്ങളൊക്കെ കേട്ടതാണ്. അതൊന്നും കൂടെ ചേർത്തിട്ട് തന്നെ ഞാൻ പറയുന്നത്. KPCC പ്രസിഡന്റാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്. പിന്നെ എവിടെയോ ചില അദ്ദേഹത്തിൻ്റെ ലീഗൽ ഡ്രാഫ്റ്റ് ചെയ്തെന്നൊക്കെയാണ് ഊതി പരിപ്പിക്കുന്നത്. പക്ഷെ എൻ്റെ പോയിന്റ് അതല്ല. നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞല്ലോ, എവറിതിങ് സെഡ് ആൻഡ് ഡൺ. എന്തായിരുന്നു കോൺഗ്രസിൻ്റെയും UDFൻ്റെയും നിലപാട് എന്ന് ചോദിച്ചാൽ ഇത് എൻ്റർടൈൻ ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ്. അത് എൻ്റർടൈൻ ചെയ്യില്ല, സസ്പെൻഷനിൽ പോയി, അത് ഡിസ്മിസിലേക്ക് വന്നു. സസ്പെൻഷൻ പിൻവലിക്കുകയല്ല ചെയ്തത്, ഇതേ പ്രസിഡന്റ് തന്നെയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്തു. അപ്പോൾ ഡിസ്മിസ് ചെയ്തോടുകൂടി ആ പ്രശ്നവും ഡിസ്മിസ്ഡായി. പക്ഷേ എങ്കിലും ആ ഡിസ്മിസ് ചെയ്യാനുള്ള സമയം വൈകിപ്പോയില്ലേ സാർ? അതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടി സെഷൻസിൽ മുൻകൂർ ജാമ്യം തള്ളിയ സമയത്തല്ലേ? ഇതൊക്കെ കഴിഞ്ഞ് 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴല്ലേ അത് വേണമെങ്കിൽ ഒരു മാസം മുമ്പ് തന്നെ പുറത്താക്കിയെന്ന് പറഞ്ഞത്. അത് നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ അത് കൂടുതൽ ഗുണം ചെയ്യുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആർഗ്യൂ ചെയ്യാവുന്നതാണ്. പക്ഷേ അതൊക്കെ ഇഫ്സ് ആൻഡ് ബട്ട്സ് ആണ്. പക്ഷേ ഇൻ ജനറൽ തെരഞ്ഞെടുപ്പിന് വെൽ ഇൻ അഡ്വാൻസ്, അത് ഇത് ബെഞ്ചിലേക്ക് വരുന്നതിൻ്റെ മുൻപാണോ അതിന് ശേഷമാണോ, വിധിക്ക് ശേഷമാണോ, അതൊക്കെ ഡിബേറ്റിംഗ് ആണ്. പക്ഷേ എവറിതിങ് സെഡ് ആൻഡ് ഡൺ, എല്ലാം നമ്മൾ ആറ്റിക്കുറുക്കി എടുക്കുന്ന സമയത്ത് നമ്മളത് വളരെ കൃത്യമായിട്ട് ചെയ്തു, അതിനെ ഡിസോൺ ചെയ്തു. എന്നാൽ മറ്റുള്ളവർ ചെയ്തില്ല എന്നുള്ളതൊന്നും അധികം പറഞ്ഞുമില്ല. അത് ആളുകൾ തീരുമാനിച്ചോട്ടെ. ഇപ്പം തന്നെ PT കുഞ്ഞുമുഹമ്മദിൻ്റെ പേരിൽ 12-ാം തീയതി വന്ന കേസല്ലേ, അതെടുത്തു വെച്ചില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം അതൊരു ഡിഫൻസാക്കി UDF എടുത്തില്ല. അതാണ് UDF ചെയ്തില്ല എന്ന് UDFൻ്റെ തന്നെ അനുഭാവികളും എൻ്റെ പാർട്ടി പ്രവർത്തകരൊക്കെ പറയുന്നുണ്ട്. മറ്റവരൊക്കെ എന്തൊക്കെ ചെയ്തു? അപ്പം മറ്റുള്ളവർ എന്ത് ചെയ്തു എന്നത് നമുക്ക് തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാതിരിക്കാനുള്ള ഒരു ഡിഫൻസ് അല്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ അത് വളരെ വലിയൊരു മാറ്റമാണ്. മാത്രമല്ല കേരളത്തിൽ കുറേ കാലമായിട്ട് വരുന്ന പൊളിറ്റിക്സിലെ സെക്സ് സ്കാൻഡൽ, ആ സെക്സ് സ്കാൻഡൽ എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, ഇനി വരും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും വളരെ കൃത്യമായ ചില ഗൈഡ് ലൈനുകളും ചില കാര്യങ്ങളും സുപ്രീം കോടതിയൊക്കെ വിധിയൊക്കെ കൊണ്ടുവന്നിട്ടുള്ള സാഹചര്യത്തിൽ പാർട്ടി കോടതിയാണല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. തീവ്രത അളക്കുന്ന മെഷീനാണ് കൊണ്ടുപോക്കുക. അപ്പോൾ ഇതൊന്നും പറ്റില്ല. ഇതിപ്പോൾ KPCC പ്രസിഡന്റിനെ കുറിച്ച് താങ്കൾ പറഞ്ഞുകൊണ്ടാണ്. പേരില്ലാത്ത ഒരു ഇമെയിൽ പോലും, പേര് മീൻസ് അയക്കുന്ന അഡ്രസ്സ് ഉണ്ടാവും, കാര്യമായ അതൊന്നും ഇല്ലാത്തത് DGPക്ക് വിട്ടു. പക്ഷേ ഒരു മിനിറ്റ്, PT കുഞ്ഞുമുഹമ്മദിന്റെ പേരുള്ളത് എന്തുകൊണ്ട് DGPക്ക് വിട്ടില്ല എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല, ജനങ്ങൾ ചോദിച്ചോട്ടെ. അതൊക്കെ ശരിയാണ്. പക്ഷേ KPCC അധ്യക്ഷൻ പറഞ്ഞ ഒരു കാര്യം വെൽ ഡ്രാഫ്റ്റഡ് എന്ന് പറഞ്ഞു. അതിലേക്ക് പോണ്ട. വെൽ ഡ്രാഫ്റ്റഡ് ആണ്, രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞു. അത് മറ്റു നേതാക്കൾ അത് തള്ളുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ സാധാരണക്കാർ കാണുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമോ എന്നൊരു സംശയം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഒരു നിലയ്ക്കും അത് ബാധിക്കില്ല. ഓക്കെ, അതാണ് എൻ്റെ ഒറ്റ വൺ സെന്റൻസ്. അതെ, വലതുമുന്നണിക്ക് അങ്ങനെ ഒരു വിഷയം വന്നതുപോലെ തന്നെയാണ് ഇടതുമുന്നണിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയും വന്നത്. അതും സാധാരണക്കാരുടെ ഇടയിൽ അതിനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. വലതുമുന്നണി എന്നുള്ള പ്രയോഗം ശരിയല്ല എങ്കിലും UDFനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക്
ഒരു വ്യക്തി സൃഷ്ടിച്ച വ്യക്തിപരവും അതേപോലെ തന്നെ ലൈംഗികവുമായ ഒരു പ്രശ്നമാണ് ഞങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടാക്കിയത്. ഇറ്റ്സ് ക്വൈറ്റ് പേഴ്സണൽ. ആ പേഴ്സണെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്കുള്ള ആക്ഷേപവും എല്ലാം ഉള്ളത്. പക്ഷെ ശബരിമല കൊള്ള അതല്ലല്ലോ. ശബരിമല കൊള്ള ഒരു വ്യക്തി അവിടെ ഒരു ആഭരണം എടുത്തു കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം എടുത്തു കൊണ്ടുപോയി ആണെങ്കിൽ ഇതിനോട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ വേലി തന്നെ വിളവ് തന്നെയാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. ഇത്രയും ഭീകരമാണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും. അത് ശബരിമല പോലെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സബാൾട്ടേൺ ഷ്രൈൻ, ഇതുപോലെ തന്നെ സ്പിരിച്വൽ ഷ്രൈൻ, അതിനെ വളരെ ലാഘവമായ തരത്തിൽ കട്ടളയൊക്കെ പൊളിച്ചെടുത്ത് കൊണ്ടുപോവുക. വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ രൂപങ്ങൾ, ദ്വാരപാലക രൂപങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുക, അതിൻ്റെ സ്വർണം മോഷ്ടിക്കുക. എന്നിട്ട് ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല SITയുടെ മുമ്പിൽ പോവുകയാണ്. ഇതുവരെ തൊണ്ടി സാധനം കിട്ടിയിട്ടില്ല, കള്ളനെ കിട്ടിയിട്ടുള്ളൂ, തൊണ്ടി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിനൊക്കെ വളരെ നിസ്സാരമായിട്ട് കാണുക. ഇത് 2018 ശബരിമല യുവതീ പ്രവേശന കാലഘട്ടം മുതലുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ ശബരിമല എന്ന് പറയുന്ന കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള, അല്ലെങ്കിൽ കേരളത്തിന് വളരെ സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്. മതേതരത്വത്തിൻ്റെ കാര്യത്തിലായാലും ഭക്തിയുടെ കാര്യത്തിലായാലും രണ്ടിൻ്റെ കാര്യത്തിലായാലും. ഇപ്പോൾ ഒരു ഭക്തിയില്ലാത്ത ആളുകൾക്ക്, ഇപ്പോൾ ഞാനൊരു ഭക്തനൊന്നുമല്ല, ഒരു മതത്തിൻ്റെയും ഭക്തനല്ല, പക്ഷേ എങ്കിലും നമുക്ക് വളരെ റെസ്പെക്റ്റാണ്. അപ്പോൾ ആ ഒരു ശബരിമലയെ ഇടിച്ച് താഴ്ത്താൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഇപ്പോൾ അത് പൂർണ്ണതയിലേക്ക് എത്തി. ഇപ്പോൾ പലരും എന്നോട്, ഒരു ഭക്തനായിട്ടൊരാൾ പറഞ്ഞത്, ഇവർ ഈ ഗവൺമെൻറ് പോകുന്നവർ ഞാനിനി മലയ്ക്ക് പോകുന്നില്ല. അത് അദ്ദേഹത്തിനും ശബരിമല അയ്യപ്പനോടുള്ള വിരോധം കൊണ്ടല്ലല്ലോ, ഇവർ ഭരിക്കുമ്പോൾ ഞാൻ പോകുന്നില്ല എന്ന് അത് വളരെ ഒരു ഹൃദയവേദനയോട് കൂടിയാണ് പറയുന്ന വിശ്വാസികളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ്റിന് അതുകൊണ്ട് ആഘാതം വളരെ വലുതായിരിക്കും, ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇതിലൊരു മോഷണമുണ്ട്, ഇതിനകത്തൊരു കൂട്ടായ്മയുണ്ട് കളവിൽ, ഇതിനൊരു അനാദരവുണ്ട്, ഇതിനകത്ത് അതിഭയങ്കരമായ മാൽ അഡ്മിനിസ്ട്രേഷനുണ്ട്. ഇത് അഡ്മിനിസ്ട്രേഷനാണല്ലോ. ഒരു വ്യക്തി നടത്തുന്ന ഒരു പണിയൊന്നുമല്ലല്ലോ. ഒരാൾ സൂത്രത്തിൽ തലയും കൊണ്ടിട്ട് പോയിട്ടൊരു മോഷണം നടത്തി എന്ന് പറഞ്ഞാൽ അതൊരു തെഫ്റ്റാണ്. ഇതൊരു തെഫ്റ്റല്ല, ഇതൊരു ഭയങ്കരമായ കൊലാപ്സ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ്. അതൊരു അമ്പലത്തിലാണ് നടന്നത് എന്ന് വെച്ചിട്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആവാതിരിക്കുന്നില്ല. ദേവസ്വം ബോർഡിനൊരു മന്ത്രിയുണ്ട്, ദേവസ്വം ബോർഡുണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കില്ല, ഈ ക്ലിഫ് ഹൗസ് എന്ന് പറയുന്നത് ദേവസ്വം കമ്മീഷണറുടെ വീടായിരുന്നു, ദേവസ്വം കമ്മീഷണറുടെ ഒഫീഷ്യൽ റെസിഡൻസ് ആയിരുന്നു. ഇപ്പം നമ്മൾ കാണുന്ന ക്ലിഫ് ഹൗസും അതിന് ചുറ്റും കിടക്കുന്ന ക്ലിഫ് ഹൗസ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് എല്ലാം കൂടെ ചേർന്നതാണ് ദേവസ്വം കമ്മീഷണർക്ക് താമസിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ റെസിഡൻസ്. അത്ര ഇമ്പോർട്ടൻസ് തിരുവിതാംകൂർ ഗവൺമെൻറ്റിൽ, തിരുവിതാംകൂർ വലിയ ഗവൺമെൻറ് ആയിരുന്നല്ലോ, ആ ഗവൺമെൻറ്റിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പലരും പറയാറുണ്ട് ദേവസ്വം ബോർഡ് ജംഗ്ഷനിലാണ് ക്ലിഫ് ഹൗസ് ഉള്ളത്. അങ്ങനെയല്ല, ക്ലിഫ് ഹൗസ് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ ആയിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് ചൂണ്ടിക്കാണിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരം സ്ഥാനത്തിരുന്ന ആളുകൾ കൊള്ള നടത്തുക, പിന്നെ പാർട്ടി മാറി വന്ന ആളുകളെ ഈ ദേവസ്വം ബോർഡിൽ അക്കോമഡേറ്റ് ചെയ്യുക, കീ പൊസിഷൻസിൽ വെക്കുക. പാർട്ടി മാറാ മീനിങ് വളരെ അതൊക്കെ ഒരു ചീള് കേസായിട്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അതൊക്കെ ജനങ്ങൾ വളരെയധികം ദേഷ്യത്തിലാണ്. ഈ നാളെ ഫലം വരുമ്പോൾ താങ്കളുടെ ഒരു വീക്ഷണം, ഇപ്പോൾ 941 പഞ്ചായത്തുകൾ, അതുപോലെ 152 ബ്ലോക്ക് പഞ്ചായത്ത്, 14 ജില്ലാ പഞ്ചായത്ത്, 87 മുനിസിപ്പാലിറ്റി, 6 കോർപ്പറേഷനുകൾ ഒക്കെയാണല്ലോ ഉള്ളത്. ഇതിൽ ഈ ജില്ലാ പഞ്ചായത്തുകളൊക്കെ എടുത്താൽ എങ്ങനെയായിരിക്കും താങ്കൾക്കെന്ത് തോന്നുന്നു? എത്ര LDFന് വരും, എത്ര UDF വരും? ഈ മേഖലയിൽ കാലങ്ങളായി ശ്രദ്ധിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തും നിൽക്കട്ടെ, 14 ജില്ലാ പഞ്ചായത്തുകൾ എടുത്താൽ താങ്കൾ എങ്ങനെ? ഞാൻ പേര് തന്നെ പറയാം, എണ്ണാൻ പോവാണല്ലോ. കാസർഗോഡ്, വയനാട്, മലപ്പുറം, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. UDFന് വളരെ വേഗം എന്തായാലും കിട്ടുന്ന ഞങ്ങൾ കരുതുന്ന പഞ്ചായത്ത് 7 ആയില്ലേ. പിന്നെ കോഴിക്കോട് ഒരിക്കലും കിട്ടാത്തൊരു സ്ഥലമാണ് കണ്ണൂർ. ഞാൻ കിട്ടുന്ന ഞാൻ പറഞ്ഞില്ല, പക്ഷെ കണ്ണൂർ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത് തളിപ്പറമ്പ് മണ്ഡലത്തിൽ പാർലമെൻറ്റ് ഇലക്ഷനിൽ തോറ്റു. ധർമ്മടത്ത് 2000-ൻ്റെ വ്യത്യാസമേ ഉള്ളൂ.
മട്ടന്നൂർ 3000 ഉള്ളൂ, 65,000 ഉള്ളതാണ്. അപ്പോൾ സംതിങ് ഹാസ് ബീൻ ഹാപ്പനിങ് ഇൻ കണ്ണൂർ. പക്ഷെ ഞാൻ പറയുന്നില്ല ഒന്നും. വല്ല പി ദിവ്യ കേസ് അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കണ്ണൂരും കുലുങ്ങാത്ത കോട്ടയൊന്നും അല്ല എങ്കിലും അവിടെ കോഴിക്കോട് നേരത്തെ പറഞ്ഞതുപോലെ വളരെ വേഗം നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് അവിടെ UDF കൊണ്ടുവന്നിട്ടുള്ള ഇലക്ഷൻ വർക്കിൽ. അവിടെ ഒരു കോർ കമ്മിറ്റി തന്നെ UDF ഉണ്ടാവുകയും അതിപ്പോൾ MK രാഘവൻ, അതേപോലെ തന്നെ DCC പ്രസിഡന്റ് പ്രവീൺ, അതേപോലെ തന്നെ ഞങ്ങളുടെ നേതാവായിട്ടുള്ള വിജയകൃഷ്ണൻ, NC എന്നൊക്കെ വിളിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ, മൈനാജി, അവരെല്ലാം കൂടെ ചേർന്ന് മുനീർ, അവരെല്ലാം കൂടെ ചേർന്ന് ഒരു ഭയങ്കര സിനർജി. RMP ആദ്യമായിട്ടാണ് മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ വന്നപ്പോൾ അവിടുത്തെ ജില്ലാ പഞ്ചായത്തും ഇളകിയിട്ടുണ്ട്. ഞാൻ വീഴുന്നൊന്നും പറയില്ല, പാലക്കാട് ഞാൻ വീഴുന്നൊന്നും പറയുന്നില്ലെങ്കിലും അവിടെ മാറ്റമുണ്ട്. ഇതൊന്നും ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നില്ല. തൃശ്ശൂർ ഞങ്ങൾ പലപ്പോഴും ജയിച്ചിട്ടുള്ള സ്ഥലമാണ് UDF ജില്ലാ പഞ്ചായത്ത്. അതുകൊണ്ട് തൃശ്ശൂരിലും തൃശ്ശൂരിലിപ്പോൾ ഒരുപാട് അണ്ടർ കറൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ലെങ്കിലും തൃശ്ശൂരിൽ CPI CPM തമ്മിലുള്ള ബന്ധത്തിൽ വലിയ ഉലച്ചിൽ വന്നിട്ടുള്ള ഒരു പ്രധാന ജില്ലയാണ് തൃശ്ശൂർ. അതുകൊണ്ട് തൃശ്ശൂരും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അപ്പോൾ എല്ലാം ഞങ്ങൾ ജയിക്കുന്ന പറയല്ല എന്ന് വെച്ചിട്ട് ഇപ്പോൾ എല്ലാ ജില്ലകളിലും അങ്ങനെ ഉണ്ടാകുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ട്രിവാൻഡ്രവും നമ്മൾ എഴുതി തള്ളുന്നില്ല. അതുകൊണ്ട് 7+. ഓക്കെ, കോർപ്പറേഷനുകൾ എടുത്താലോ? ഇപ്പോൾ 6 കോർപ്പറേഷനിൽ 5ലും LDFൻ്റെ കയ്യിലാണ്. കോർപ്പറേഷനുകളുടെ കാര്യത്തിൽ കുറേ കൂടെ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുള്ളത് ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ ഞങ്ങൾ നിലനിർത്തും, നോ ഡൗട്ട്. കാലിക്കറ്റ് കോർപ്പറേഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഭയങ്കരമായ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ എല്ലാം. ഞാൻ അവിടെ പോയി എന്താ പറയുക, ഏറ്റവും താഴെ തട്ടിൽ തന്നെ ബന്ധപ്പെട്ട ഒരാളാണ്. അതേപോലെ തന്നെ പിന്നെ വരുന്നത് തൃശ്ശൂർ കോർപ്പറേഷനിൽ സുരേഷ് ഗോപി ഉണ്ടാക്കിയിട്ടുള്ള ഹലബലോ ഭയങ്കരമായ ഇതൊക്കെ ഉണ്ടെങ്കിലും തൃശ്ശൂർ കോർപ്പറേഷൻ UDFന് പിടിക്കാവുന്നേ ഉള്ളൂ. തൃശ്ശൂർ കോർപ്പറേഷൻ ഭയങ്കരമായിട്ട് ഒരു കോൺഗ്രസ് കോർപ്പറേഷനാണത്. മറ്റു പാർട്ടികൾ തീരെ ഇല്ല എന്നല്ല ഞാൻ പറയണത്. അതായത് ആദ്യത്തെ ഘട്ടത്തിലൊക്കെ 5-6 സീറ്റ് മാത്രമേ പ്രതിപക്ഷത്തിനുണ്ടായിരുന്നുള്ളൂ തൃശ്ശൂർ കോർപ്പറേഷനിൽ. അപ്പോൾ അതുകൊണ്ട് BJP പക്ഷേ അവിടെ ഒരു സ്ട്രെങ്തായിട്ട് വന്നിട്ടുണ്ടെങ്കിലും തൃശ്ശൂർ കോർപ്പറേഷൻ ഞങ്ങൾക്ക് കിട്ടും. എറണാകുളം കോർപ്പറേഷൻ എന്തായാലും ഞങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേപോലെ തന്നെ പിന്നെ വരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, കാരണം ഞങ്ങൾ വളരെ താഴെ നിൽക്കുകയാണല്ലോ, 10ൽ നിൽക്കുകയല്ലേ. അപ്പോൾ 10ൽ നിൽക്കുന്ന ഒരാൾ 51 ആവുന്നത് അത്ര എളുപ്പമല്ല. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു അരിത്തമാറ്റിക്സ് എന്താണെന്ന് പറഞ്ഞാൽ 37 സീറ്റ് കിട്ടിയ ആർക്കും ഭരിക്കാം, പ്രൊവൈഡഡ് മറ്റുള്ളവർ 2 പേരും 32 വീതം ആണെങ്കിൽ ആർക്കും ഭരിക്കാം. അതൊരു അത്ഭുത ഫോർമുലയാണ്. 37 കിട്ടിയാൽ മതി, 37 കിട്ടുന്ന ആൾക്ക് ഭരിക്കാം. ബാക്കി 64 എന്നുള്ളത് 32ആയി മാറിയാൽ ഈച്ച് ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെങ്കിലും ഞാനത് പറയുന്നില്ല. ബട്ട് 10 സീറ്റ് എന്നുള്ളതിൽ നിന്ന് ഗണ്യമായ വർധനവ് ഞങ്ങൾ നടത്തും. അതുകൊണ്ട് 6ൽ 3 കോർപ്പറേഷൻ ഞങ്ങൾ ഭരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, മിനിമം. ഏതായാലും ഇനിയിപ്പോൾ അധിക സമയം കാത്തിരിക്കേണ്ട, ചുരുക്കം മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ തിരഞ്ഞെടുപ്പ് ഫലം അറിയാൻ. അത് എങ്ങനെയായിരിക്കും? നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനൽ കൂടിയാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പ്. എങ്ങനെയായിരിക്കും വരിക എന്ന് നമുക്ക് കണ്ടറിയാം. വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. ക്ഷണിച്ചതിന് നന്ദി.